ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡോറ വിജയ് ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനാണെങ്കിൽ ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആണെങ്കിൽ ചെറിയ ചെങ്കല വേണ്ടല്ലോ, അത് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഈ ഒരു സംഭവമാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. ഇതാണ് ഇന്ന് നമ്മുടെ മെയിൻ. ഇത് കാണാൻ ബ്ലഡ് പോലെ ഇരിക്കുന്നെങ്കിൽ ഇത് നമ്മുടെ പോത്തിൻ്റെ കരള. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ കോഴികൾ സമ്മതിക്കത്തില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് കരൾ മേടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ മീൻകറിയും വെച്ച് കരളാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ തോരൻ പോലെ വെക്കാൻ പോവാണ്. കണ്ടില്ലേ, ബ്ലഡ് പോലെ ഇരിക്കുന്നില്ലേ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. മിണ്ടായിരിടാ, എൻ്റേതായിട്ടുള്ള രീതിയിലാട്ടോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പം ചട്ടി കയറാനുള്ളവനെയൊക്കെയാണ് കൊക്കര വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആദ്യമേ മീൻകറി വയ്ക്കാം. അപ്പോഴത്തേക്ക് കരളിൻ്റെ ഐസൊക്കെ പോയിട്ടിരിക്കട്ടെ. കുറച്ച് പോയി, എന്നാലും ഇനിയും കുറച്ചുകൂടെ പോകാണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ആണെങ്കിൽ മീൻകറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൗ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ലൈറ്റർ വെച്ച് കത്തിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഷോർട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലത്തോളമായി കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് പലരും പറഞ്ഞു ഇതങ്ങനെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, പെട്ടെന്ന് പോവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ അറിയാം, ഇത് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി കേട്ടോ. ഇത്രയും കൊല്ലമായിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല എന്നുള്ളത് മനസ്സിലായി. കണ്ടോ, നല്ല പ്രൊഡക്റ്റ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണ്ടവർ കയറി പർച്ചേസ് ചെയ്യുക. നല്ല അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. വലിയ വിലയൊന്നുമില്ല, 150 രൂപയ്ക്ക് ഞാൻ ഇത് മേടിച്ചത്. പക്ഷേ 2 വർഷം. മറ്റേ ലൈറ്ററിനേക്കാളും നല്ല ലൈറ്ററാണ്, കുറേ നാൾ നിൽക്കും. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഡോറെ പോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊന്നും ഇങ്ങനെ ഒരുപാട് പ്രസ് ചെയ്ത് മറ്റേ ലൈറ്റർ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ജസ്റ്റിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഓൺ ബട്ടണാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഓൺ ബട്ടണാണ്. ഇത് മേളോട്ടാക്കാം, താഴോട്ടാക്കുമ്പോൾ ഓഫ് ആവും, മേളോട്ടാക്കുമ്പോൾ ഓൺ ആവും. എന്നിട്ട് ഇതിൽ പ്രസ് ചെയ്യുമ്പം ഇവിടെ ഇത് കത്തും. കാണാൻ പറ്റുന്നുണ്ട്? കണ്ടോ, ഇതാണ് സ്പാർക്ക് അരുത്. ഇത് നമുക്ക് പേപ്പർ കത്തിക്കാം, മെഴുകുതിരി കത്തിക്കാം, മണ്ണെണ്ണ വിളക്ക് കത്തിക്കാം, ഗ്യാസ് അടുപ്പ് കത്തിക്കാം, ഇത് കർപ്പൂരം കത്തിക്കാം. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഷോർട്സിനകത്തൊക്കെ? നമുക്കെല്ലാം ചെയ്യാം കേട്ടോ. അടിപൊളി പ്രോഡക്റ്റ്. നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ. ഇതിപ്പോൾ ഇതാണ് പാം ഓയിലാണ്. നമ്മളിവിടെ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തീർന്നു. അപ്പോൾ പാം ഓയിലാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പാം ഓയിലുണ്ട്. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് എല്ലാം മേടിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് പാം ഓയിലുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഉലുവ ഇഷ്ടമാണോ? ഞങ്ങളിവിടെ ഉലുവക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉലുവക്കഞ്ഞി വെക്കാറുണ്ട്. ഉലുവ ഞങ്ങളാണെങ്കിൽ വളർത്തി അതിൻ്റെ ആണെങ്കിൽ ആ ചെറിയ വിത്തുണ്ടല്ലോ, അതെടുത്തിട്ട് ഞങ്ങൾ തോരൻ വയ്ക്കും. അതുപോലെ തന്നെ കഞ്ഞിക്കകത്തിട്ട് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഇവിടെ അരച്ച് വെച്ചേക്കും കേട്ടോ, നേരത്തെ അരച്ച് വെച്ചേക്കും. അപ്പം ഡോറയ്ക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 3 പച്ചമുളകും ഒരു സവാള, ചെറിയൊരു സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴുള്ള മണം നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴുള്ള മണം. നമുക്കിനിയാണെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ യഥാർത്ഥ കുക്കിംഗ് വീഡിയോ ഇതല്ല കേട്ടോ, ജസ്റ്റ് അതിന് മുമ്പുള്ളത് കറിയും കൂടെ ഒന്ന് വയ്ക്കുകയാണ്. അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയണം. നിങ്ങളുടെ മീൻകറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഓരോ ജില്ലയിലും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം അവിടെയൊക്കെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് പറയണം കേട്ടോ. അതാകുമ്പം അടുത്ത വീഡിയോയിൽ എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. ഇതിപ്പം ആണുങ്ങളുടെ കുക്കിംഗ് വ്ളോഗ് കേട്ടോ. എനിക്കാണെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ വയ്ക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നത് കൂടുതലും ലേഡീസാണെന്നുള്ള അറിയാം. അപ്പം നിങ്ങളെങ്ങനെയാണ് മീൻകറി വയ്ക്കുന്നത്, നിങ്ങളുടെ റെസിപ്പി ഒന്ന് നമുക്ക് കമൻറ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ
അടുത്ത പ്രാവശ്യം ഞാൻ മീൻകറി വയ്ക്കുമ്പം ആ രീതിയിൽ വെക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഞങ്ങൾ മല്ലിപ്പൊടി ഇടത്തില്ല. ചില സമയത്ത് മല്ലിപ്പൊടി ഇടും, ചില സമയത്ത് മല്ലിപ്പൊടി ഇടത്തില്ല. ഇന്നലെ ഞാൻ മീൻകറി വെച്ചതിനകത്ത് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മളാണെങ്കിൽ ഈ സവാള പച്ചമുളകും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് ആ പച്ചമണം പോയി മൂത്ത് വരട്ടെ. മുളക് നന്നായി മൂത്തു, അതിന് ചുമയാണ്. ഞാനതിൻ്റെ നമ്മുടെ വെള്ളം ഒഴിക്കാൻ ഭയങ്കര മൂത്തോടും. ഞാനതിൻ്റെ നമ്മുടെ വടക്കംപുളി, ഇതിന് ഞങ്ങൾ വടക്കംപുളി എന്ന് പറയും, പിന്നെ ചിലർ കുടംപുളി എന്ന് പറയും, നമ്മളിവിടെ വടക്കംപുളി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മളാണെങ്കിൽ പിഴിപുളിയാണ് ഞങ്ങളുടെ ഈ കൊല്ലത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കായൽ മീൻ വെക്കുമ്പോൾ മാത്രമാണ് കുടംപുളി കൂടുതൽ ഉപയോഗിക്കുന്നത്, അതായത് വടക്കംപുളി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ കൂടുതലും വടക്കൻ പുളി എന്നറിയുന്നത്. വടക്കുന്ന് വന്ന പുളി എന്നുള്ള രീതിയിലായിരിക്കും, അറിയില്ല വടക്കൻ പുളി എന്ന് ഇവിടെ കൂടുതലും പറയുന്നത്. ഞാനിത് വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം 2 തവണ കഴുകും കേട്ടോ. എന്നിട്ട് ഈ ആ കറുത്ത ഇതെല്ലാം പോയതിന് ശേഷം പിന്നെ ഇട്ട വെള്ളമാണ്. അതുകൂടെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ നമ്മുടെ മീൻകറി മീൻ ചാറിനുള്ളത് തിളച്ച് വന്നു. ഇത് ഞാനാണെങ്കിൽ കഴുകി വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന മീനാട്ടോ. എനിക്ക് വിനാഗിരിയിൽ ഉപ്പ് ഇട്ട് ഞാൻ എന്ത് മീനാണെങ്കിലും ഇനി ഇറച്ചിയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും കരളാണെങ്കിലും എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ. എനിക്കറിയില്ല, വിനാഗിരി ഇടുമ്പം ആ ഒരു ചവയും ഉളുപ്പൊക്കെ പോകും, പിന്നെ കുറച്ചുകൂടെ കട്ടിയാവും. അതുകൊണ്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന മീനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ പമ്പ് സ്റ്റൗവിൻ്റെ സൗണ്ട് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഞാനങ്ങനെ ചാറ് വെച്ചിരുന്നു, ആയിട്ട് മീനിട്ടതിന് ശേഷം വെള്ളം ഒഴിക്കാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളിവിടെ ചാറ് പ്രിയ കേട്ടോ. എൻ്റെ ഫുഡ് കഴിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലായിട്ടും ഇതല്ല. ഇത് നമ്മുടെ ചെങ്കലവയുടെ മുട്ടയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ഇത് ചെങ്കലവയുടെ മുട്ട. നമ്മളിതിനെ പരിഞ്ഞിലെന്നാണ് ഇവിടെ പറയുന്നത്. പലയിടത്തും പല രീതിയിലായിരിക്കും പറയുന്നത്. ഇതിന് നമ്മളിവിടെ പറയുന്നത് പരിഞ്ഞിലെന്നാണ് കേട്ടോ. മത്തിപ്പരിഞ്ഞിലെന്ന് പറയും, ചെങ്കലവ പരിഞ്ഞിലെന്ന് പറയും, അയിലപ്പരിഞ്ഞിലെന്ന് പറയും. ഇത് പരിഞ്ഞിലെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെങ്കലവ കറി റെഡിയായി. പുതിയാപ്ലാക്കോര, ചെങ്കലവ, പിന്നെ പടയപ്പ, പിന്നെന്താ ഇതിന് പറയുന്നത്, വേറെന്തൊരു പേര്, ഡോറയുടെ നാട്ടിൽ വേറെന്തൊരു പേര് പറയും. അപ്പോൾ അത് റെഡിയായി. ഇത് നമ്മൾ ഇന്നലെ വെച്ച മീൻകറിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ വെച്ച മീൻകറിയാണ്. ഇത് അഴുതക്കോരയെന്ന് പറയും, അഴുതക്കോരയാണിത്. അഴുതക്കോരയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നൊരു മീനാണ്. ഇന്നലെ വെച്ച മീൻകറിയാണ്. അതിൻ്റെ ഒരു ഇച്ചിരി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചെങ്കലവ റെഡിയായി. ഇനി നമുക്ക് ചെങ്കലവ മാറ്റണം. ചെങ്കലവ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ കരൾ അങ്ങോട്ട് വയ്ക്കാം. എൻ്റെ മെയിൻ ഇന്നത്തെ കുക്കിങ്ങാണ് കരൾ. അപ്പോൾ നമുക്ക് നല്ല ചൂട്. സാധാരണ ഞാൻ അങ്ങനെ പിടിച്ച് പെട്ടെന്ന് അങ്ങ് പൊക്കിയെടുത്ത് മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പറ്റുന്നില്ല. നല്ല ചൂട്. ഓക്കെ, അത് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. പാത്രം വെച്ച് കൊടുത്തു. നമ്മുടെ പാത്രം നന്നായി ചൂടായി കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് നേരത്തെ ഉണക്ക് നമ്മുടെ പാമോയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ല, തീർന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി പോയി മേടിക്കണം. ആർക്കും സുഖമല്ല കേട്ടോ, എനിക്കും ഡോറയ്ക്കൊന്നും വയ്യാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നെങ്കിൽ ഒന്നും സാധനം മേടിക്കാൻ ഇറങ്ങാത്തത്. ഇനി ഇറങ്ങണം. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോയിൽ വരുന്നൊരു കമൻറ്റാണ്, പൈസ ഇല്ല എന്ന് പറയും, പക്ഷേ എന്നും മീനും ഇറച്ചിയും ഉണ്ട് എന്ന്. നമുക്ക് പൈസ ഇല്ല എന്ന് വെച്ചിട്ട് പട്ടിണി കിടക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ തിന്നാനും കുടിക്കാനും തീരെയും വകയില്ലാത്ത രീതിയിലല്ല നമ്മൾ കിടക്കുന്നത്. ഞാൻ അതിനനുസരിച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ കാണുന്ന തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് കേട്ടോ. ഈ നെഗറ്റീവ് ഇടുന്ന സാർമാരോട് പറഞ്ഞാണ്,
എപ്പോഴും ഇറച്ചിയാണല്ലോ, എപ്പോഴും ചിക്കനാണല്ലോ, എപ്പോഴും മീനാണല്ലോ. ഞങ്ങളിവിടെ ഒരു 500 രൂപയുടെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1.5 ആഴ്ച ഞങ്ങൾ ആ മീൻ ഇവിടെ എടുക്കും. അതാണ് നിങ്ങൾ ദിവസം കാണുന്ന ഈ മീൻ. അതായത് ഇപ്പം തന്നെ കണ്ടില്ലേ, ഇന്നലെ വെച്ച മീൻ കറി ഇത്രയും ബാക്കി ഇരിപ്പുണ്ട്. അതുപോലെ നമ്മളാണെങ്കിൽ തലേന്ന് വെക്കുന്ന മീൻ കറി പിറ്റേന്നത്തേക്കും കൂടി എടുക്കും. പിന്നെ മീനും അതുപോലെ തന്നെ 500 രൂപയുടെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1.5 ആഴ്ച നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാം മീനൊക്കെ നല്ല വിലയാണ്, 200-300 രൂപയ്ക്കാണ് 1 കിലോ മീൻ വില വരുന്നത്. അപ്പം നാസിയുടെ അടുത്ത് ഞാൻ പോയി മേടിച്ച് കഴിഞ്ഞാൽ അത് ഒരാഴ്ച വരെയെങ്കിലും ഞങ്ങൾക്ക് മാക്സിമം പോകും. 1.5 ആഴ്ച വരെ പോയ സമയമുണ്ട്, ഒരാഴ്ച വരെയെങ്കിലും പോകും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചിക്കൻ ബോൺ എടുക്കുമായിരുന്നു. അതായിരുന്നു നിങ്ങളെപ്പോഴും ദിവസം ചിക്കൻ കറി കണ്ടുകൊണ്ടിരുന്നത്. ചിക്കൻ ബോൺ 1 കിലോ 50 രൂപയുള്ളായിരുന്നു. അതായിരുന്നു നമ്മൾ ആ സമയത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ കോഴി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിപ്പം ചിക്കൻ വേണം എന്ന ആഗ്രഹം തോന്നുന്ന സമയത്ത് അതിൽ നിന്ന് 1-2 എണ്ണത്തിനെ പിടിച്ച് കട്ട് ചെയ്ത് നമുക്ക് കറി വയ്ക്കും. അതുകൊണ്ട് ചിക്കൻ ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ഞങ്ങൾ ആഴ്ച ഒരു ദിവസം വാങ്ങിക്കുന്നത് കേട്ടോ, അതും ഞായറാഴ്ച. ആ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പം പപ്പയും കൂടെ പൈസ ഇടുമ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ 1 കിലോ 1.5 കിലോ വാങ്ങിക്കും. 1 കിലോ ബീഫ് വാങ്ങിക്കും, 200 രൂപയുടെ എല്ലും മേടിക്കും. 1 കിലോ ബീഫിന് 500 രൂപയും 200 രൂപയുടെ എല്ലും മേടിക്കുമ്പം 2 കിലോയ്ക്കടുത്ത് എല്ലും കിട്ടും. അപ്പം നമ്മളാണെങ്കിൽ അതാണ് ഇവിടെ കറി വയ്ക്കുന്നത്. പിന്നെ പോട്ടി വാങ്ങിച്ച് വയ്ക്കും, അത് 1 കിലോ 300 രൂപയാണ്. അത് നമ്മൾ മേടിച്ച് വയ്ക്കും. ചിലപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് കറി വയ്ക്കും, അതിൻ്റെ പകുതി എടുത്ത് ചിലപ്പോൾ ഫ്രൈ ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും സാധനം തിന്നു എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മൾ അത്രയും നിവൃത്തിയില്ലാതല്ല കഴിയുന്നത്. ഞാൻ ശമ്പളം കുറവാണെങ്കിലും ഒരു ചെറിയ ജോലി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ ശമ്പളം ഇല്ലെങ്കിലും ഒരു ചെറിയ ജോലി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളാണെങ്കിൽ യൂട്യൂബിലും കേരള പ്രദേശ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അതുപോലെ തന്നെ ഡോറാബുജി ഉണ്ട്. അതിൽ നിന്നും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു വരുമാനം കിട്ടുന്നുണ്ട്. നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള പൈസയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചിലവിനെടുക്കുന്നത്. അപ്പം അത്രയും തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരു വീട്ടിലൊന്നുമല്ല. നേരത്തെ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. ആ സമയത്ത് നമുക്ക് നിങ്ങളുടെ മുമ്പിലൊക്കെ കൈനീട്ടേണ്ട അവസ്ഥയും വന്നു. പക്ഷേ ഇനി ആ ഒരു അവസ്ഥയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെക്കൊണ്ട് എങ്ങനെയെല്ലാം പൈസ ഒപ്പിക്കാൻ പറ്റും ഞാൻ അങ്ങനെയെല്ലാം പൈസ ഒപ്പിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ബോഡി ഭയങ്കര വീക്കാണ്, എനിക്കൊന്നിനും പറ്റുന്നില്ല, ഉറക്കമില്ല, ശരീരം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ തന്നെ കരുനാഗപ്പള്ളി പോയിട്ട് എനിക്ക് വീട്ടിലോട്ട്, കരുനാഗപ്പള്ളി പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവിടെ നിന്ന് എനിക്ക് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് എനിക്ക് ഒരു തരത്തിലും പറ്റുന്നില്ല. ഭയങ്കര തലകറക്കം, ദേഹം കഴിച്ചില്ല. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് ഞാനങ്ങ് ദിവാങ്കോട്ടി കിടക്കുമായിരുന്നു, എനിക്ക് തീരെ എഴുന്നേൽക്കാൻ വയ്യ. എൻ്റെ ബോഡി അത്രയും വീക്കായി. എനിക്ക് ശ്വാസം മുട്ടലുണ്ട്, അലർജി ഉണ്ട്, ഒരുപാട് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എനിക്ക് വേറെ ആരുമില്ല കൊണ്ടു കൊടുക്കാനായിട്ടും, അല്ലെ എനിക്ക് രണ്ടാമത് വേറൊരു ഫാമിലി ഒന്നുമില്ല. എനിക്ക് ആകെയുള്ളൊരു ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഡോറ, എൻ്റെ കുഞ്ഞും, പിന്നെ എൻ്റെ അമ്മ അപ്പ, എൻ്റെ അനിയൻ്റെ മക്കൾ. ഇതാണ് എൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഞാൻ അവർക്കാണ് കൊടുക്കുന്നത്, വേറെ ആരുമില്ല കൊടുക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയുണ്ടായി. അപ്പോൾ നമ്മളുണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കും കഴിയുമല്ലോ, നിങ്ങളും കഷ്ടപ്പെടുക, നിങ്ങളും ജോലി ചെയ്യും, നിങ്ങൾക്കും കഴിയും എന്നേ എനിക്ക് നെഗറ്റീവ് ഇടുന്നവരോട് പറയാനുള്ളൂ. കാരണം ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ കാണുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ അതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറത്തെ ഷോർട്സോ അല്ലെങ്കിൽ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒരു ഷോർട്സോ നിങ്ങൾ കണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെപ്പോലെ ആയിരിക്കും ചിലപ്പോൾ അവരും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പലതും. ഇനിയിപ്പം അതൊക്കെ അങ്ങനെ പോട്ടെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൽ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ വേണ്ടി വെച്ചിരുന്നേ. ഇഞ്ചിയും വെളുത്തുള്ളിയും എൻ്റെ മഞ്ഞപ്പൊടി ഡപ്പയുടെ അടിയിരിക്കുന്നു. ഞാൻ കുറച്ച് നേരമായിട്ട് നോക്കുവാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളി എവിടെ പോയി, കാണുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും എവിടെ പോയിന്ന് ഇത് വലിയ സംഗതി കിട്ടിയത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. ഇളകി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സവാള ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വഴണ്ടില്ല കേട്ടോ, ചെറിയ രീതിയിൽ. അപ്പം നമുക്ക് നമ്മുടെ കരളിട്ട് കൊടുക്കാം. നമ്മളിപ്പം സവാള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, അതിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ കരളിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എങ്ങനെ വെക്കുന്നതെന്ന് ഒന്ന് പറയണം. ഈ കരളുകറി നിങ്ങൾ എങ്ങനെ വെക്കുന്നതെന്ന് ഒന്ന് പറയണം. നിങ്ങളുടെ റെസിപ്പി ഒന്ന് തന്നെ, മീൻ കറിയുടെ റെസിപ്പി ഇടണം, അതുപോലെ തന്നെ കരളുകറിയുടെ റെസിപ്പി ഇടണം. നിങ്ങളും കൂടെ എങ്ങനെ വെക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അതാകുമ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗബ്രൂസും കൂടെ കഴിക്കേണ്ട ആയതുകൊണ്ട് നമ്മൾ
വലുതായിട്ട് അങ്ങനെ ഇടുന്നില്ല. ഇത് അര കിലോ കരള കേട്ടോ. ഞാൻ കരള 1 കിലോ മേടിച്ചിട്ടുള്ളായിരുന്നു. ഇവിടെ അങ്ങനെ അധികം എല്ലാവരും ഒന്നും കരള കഴിക്കത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ശകലം മഞ്ഞൾപ്പൊടി അധികം ഇടും കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറിനകത്ത് ഉപ്പ് കുറച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കറികൾക്കകത്ത് അതൊരു ബാലൻസ് ചെയ്യാൻ നോക്കും. ചോറിനകത്ത് ഉപ്പിടാറില്ല, എനിക്ക് BP-യുടെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പം ഒരുപാടങ്ങ് എനിക്കില്ല എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ആ ഒരു ഇത് വരാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് കറിക്കകത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് ശകലം അധികം ഇടും, അത്രേ ഉള്ളൂ. ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു ശകലം മാത്രമേ ഇടും. വേറെ നമ്മുടെ ചട്ടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ കൈപുള്ളിയത് നിങ്ങൾ കണ്ടായിരുന്നോ? കാണാൻ പറ്റുന്നുണ്ടോ? എന്താ കഴിഞ്ഞ പ്രാവശ്യം കൈപുള്ളിയത് ഇവിടുത്തെ തൊലിയൊക്കെ പോയായിരുന്നു. ഭയങ്കര സീനായിരുന്നു. അതും കുക്കറിൻ്റെ ആവിയില്ല. ഞാൻ തീ കൂട്ടി വെച്ചിട്ടേ അപ്പുറത്തോട്ട് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അതൊന്ന് എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എൻ്റെ ചട്ടി ഫുള്ള് അടി വരെയും കരിഞ്ഞ് പിടിച്ചു. പക്ഷേ അങ്ങനെ അതിൻ്റെ ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് വെന്തോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇനിയും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. കാരണം കരൾ നമ്മൾ ഇങ്ങനെ ആക്കിയാലും പെട്ടെന്ന് ഇതായി വരും. ശകലം കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഞാൻ കുരുമുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. എനിക്ക് നേരത്തെ കുരുമുളക് പൊടി ഇടുന്ന അങ്ങനെ ഇഷ്ടമല്ല. ഒരു ശകലം വെള്ളം ഒഴിക്കാം, ശകലവും കൂടെ വെള്ളം ഒഴിച്ച് സിമ്മിലിടാം. നേരത്തെ നമ്മളാണെങ്കിൽ ഹൈ ഫയറിലില്ല ഇട്ടത്, നമ്മൾ ഈ പ്രാവശ്യം സിം ഫയറിലിടാം. അപ്പോഴത്തേക്ക് ഉണ്ടാകട്ടെ. നിങ്ങളിപ്പോൾ ആലോചിക്കായിരിക്കും നമ്മുടെ ഡോറ എവിടെയും അല്ലേ? നിങ്ങളതല്ലേ ആലോചിക്കുന്നത്? നമ്മുടെ ഡോറയ്ക്ക് 2 ദിവസമായിട്ട് പനിയാണ് കൂട്ടുകാരെ, പനിയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം എൻ്റെ പൊന്നിന് പോയി ചോറ് കൊടുക്കാനായിട്ട്. നമുക്ക് അരി അടച്ചിടാം. ഞാൻ എന്താണ്ട് ഈ സാധനം വെച്ചിട്ടാണ് ഇവിടെ അരി അടച്ചിടുന്നത്. ഇത് വെച്ചിട്ട് ഞാനിവിടെ അരി അടച്ചിടുന്നത്. പണ്ട് നമ്മൾ അടുപ്പിൽ ചോറ് വെച്ചിട്ടുന്ന സമയത്ത് അടുപ്പിൽ തന്നെ വെച്ചിട്ട് അവിടുന്ന് ചരിച്ച് ഒരു പാത്രം ചേരുവോ എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്തോട്ടായിരുന്നു നേരത്തെ അരി ഊറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇത് മേടിച്ചതിന് ശേഷം വാഷ് ബേസിനിലോട്ട് വെച്ച് തന്നെ അങ്ങ് അടച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം ആ വെള്ളവും കൂടെ വീണ് കഴിയുമ്പോഴത്തേ ആ ചൂട് കഞ്ഞിവെള്ളം അങ്ങ് മാറുമല്ലോ. അതിനുശേഷം ഞാൻ പൈപ്പ് ഓഫ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് അരി അടച്ചിടുന്നത്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് നോക്കാവേ. നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഇതിൽ തന്നെ കിടന്ന് ഇത് എന്ത് വറ്റട്ടെ. നിങ്ങൾ കരൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയണം കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് പോത്തിൻ്റെ നാക്ക് കിട്ടും കേട്ടോ. പണ്ട് ഇവിടെ കിട്ടുമായിരുന്നു. പോത്തിൻ്റെ നാക്ക് കിട്ടുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. അന്യായ ടേസ്റ്റ് കേട്ടോ പോത്തിൻ്റെ നാക്കും ഇതുപോലെ ചെയ്ത് കഴിക്കാൻ. കുറച്ച് കുരുമുളകും കുറച്ച് കാന്താരി മുളകും ഉണ്ടെങ്കിൽ എൻ്റെ വായിൽ വെള്ളം വരെ നിറഞ്ഞ്. അപ്പോൾ ഇനി നമുക്കൊരു ശകലം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ശകലം മതി, എൻ്റെ കുഞ്ഞിന് ഗബ്രുവിന് വേണം. അതുകൊണ്ട് ഇനി നമുക്കൊരു എൻ്റെ കയ്യിൽ മീറ്റ് മസാല ഇരിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ശകലം ചിക്കൻ മസാല ഇടുന്നത്. മീറ്റ് മസാല എൻ്റെ ഇരിക്കില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കരളിനെപ്പോഴും കുറച്ച് കുരുമുളക് അധികം കിടന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് പലരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ നമ്മൾ റിൻസിക്കും എരിവ് വേണ്ട, നമ്മുടെ ഗബ്രൂട്ടിനും എരിവ് വേണ്ട കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ കറി വയ്ക്കുന്ന സമയത്ത് എരിവ് ഒരുപാട് കുറച്ചായിരുന്നു. മാക്സിമം ഞാൻ എരിവ് കുറയ്ക്കും. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആകണം, എങ്കിലേ ഞാൻ ഉദ്ദേശിച്ച രീതി വരത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി നേരം കൂടെ അവിടെ കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ കരൾ റോസ്റ്റ് റെഡിയായി.
സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം കേട്ടോ. നമുക്കിതേ വെന്തോന്നൊന്ന് നോക്കാവേ. അപ്പോൾ നമുക്കിന്ന് കഴിച്ചു നോക്കേ. വെന്തു. ഞാൻ വെച്ചുകൊണ്ട് പറയല്ലടാ, എനിക്കിഷ്ടപ്പെട്ടു. എരിവില്ല, എൻ്റെ മക്കളിന്ന് കഴിക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ, ഇഷ്ടമായി. അതിന് ഡോറയ്ക്ക് എന്ത് ആവും എന്നെനിക്കറിയാം. പണിയായതുകൊണ്ട് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ടേസ്റ്റൊക്കെ. പക്ഷെ മക്കൾ കഴിക്കും കേട്ടോ, മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.